രണ്ടാമത്തെ മാച്ച് തുടങ്ങി. രണ്ടാമത്തെ മാച്ച് ഒരു 9:30 AM to 11:30 AM ആയിരുന്നു. അത് മാച്ച് നമ്പർ 20 ഓഫ് വേൾഡ് കപ്പ് 2026 ആയിരുന്നു. അത് ഓസ്ട്രിയയും ജോർദാനും തമ്മിലാണ്. ജോർദാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ 2024 നടന്ന 2023 ഏഷ്യൻ കപ്പ് AFC ഏഷ്യൻ കപ്പിൽ ഫൈനലിസ്റ്റ്സ് ആണ്. ഖത്തറിനോട് 3-0 ഫൈനലിൽ തോറ്റത്. നല്ലൊരു ടീമാണ്. ഏഷ്യനിലെ വൺ ഓഫ് ദി മേജർ ടീംസാണ്. ജോർദാൻ കുറേ കാലത്തിന് ശേഷമാണ് വേൾഡ് കപ്പിൽ കളിക്കുന്നത്. അല്ല ജോർദാൻ ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിൽ കളിക്കുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രിയ എന്ന് പറയുന്ന ടീം യൂറോപ്യൻ ടീം എന്തോ 20-25 വർഷത്തിന് ശേഷമാണ് ഇതിൽ വന്നത്, വേൾഡ് കപ്പിലേക്ക് വന്നത്. വേൾഡ് കപ്പിൽ വന്നു, നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു. കളി തുടങ്ങി 9:30 ആയപ്പോഴത്തേക്കും മാച്ച് നമ്പർ 20 ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026 ബിറ്റ്വീൻ അർജൻറ്റീന ആൻഡ് ഓസ്ട്രിയ ആൻഡ് ജോർദാൻ തുടങ്ങി. അത് അർജൻറ്റീനയുടെ തന്നെ ഗ്രൂപ്പിലുള്ള 2 പേരും കൂടെ ഉണ്ട്. അതാണ് ഓസ്ട്രിയയും ജോർദാൻ എന്ന് പറയുന്ന 2 ടീം. അപ്പോൾ ഓസ്ട്രിയ ജോർദാൻ നല്ല കളിയായിരുന്നു. അത് ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ ആദ്യമേ തന്നെ ജോർദാനിന് ഗോൾ അടിക്കാൻ വേണ്ടി പറ്റി. ആദ്യമേ എനിക്ക് തോന്നുന്നു ആദ്യമേ ഓസ്ട്രിയയാണ് ഗോൾ അടിച്ചത്. ഓസ്ട്രിയ ഒരു എനിക്ക് തോന്നുന്നു അവരുടെ വൺ ഓഫ് ദി യങ്ങസ്റ്റ് പ്ലെയർ 23-year-old പ്ലെയർ ആയിരുന്നു ആദ്യത്തെ ഗോൾ അടിച്ചത്. ആ ഗോൾ അടിച്ചപ്പോഴത്തേക്കും സെൻട്രൽ ബോക്സിൽ നിന്ന് ലോങ് ഷോട്ട്, കർവിങ് ഷോട്ടാണ് മേളിലേക്ക് അടിച്ചത്. ടോപ്പ് കോർണർ ഓഫ് ദി നെറ്റിലേക്ക് അടിച്ചു. ടോപ്പ് കോർണർ ഓഫ് ദി നെറ്റിലേക്ക് അടിച്ചപ്പോഴത്തേക്കും അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് പാസ് കൊടുത്തു. നടക്കുന്ന ഒറ്റ കർവിങ് ഷോട്ട് അടിച്ച് മേളിൽ കയറ്റി. എങ്ങനെയാണ് വേൾഡ് ക്ലാസ് ഗോൾ അടിച്ചത്? വേൾഡ് കപ്പിൽ മാത്രമേ ഇതുപോലത്തെ ഗോൾസൊക്കെ കാണാൻ വേണ്ടി പറ്റൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ഈസ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് ടൂർണമെൻറ്റ് ഇൻ ദി വേൾഡ് in every sports, by categorizing every sports in the world such as cricket, Olympics, football, etc. We can categorize that. We can definitely say that FIFA World Cup is the topmost tournament in the world. അപ്പോൾ അതുപോലെ ആ മാച്ച് കണ്ടു. ആ മാച്ചിൽ ആദ്യമേ തന്നെ ഓസ്ട്രിയ ലീഡ് എടുത്തു. നല്ലൊരു ലോങ് റേഞ്ചർ ഗോളിലൂടെ ഓസ്ട്രിയ അടിച്ചു. കർവിങ് ഷോട്ടായിരുന്നു, ടോപ്പ് കോർണർ ഓഫ് ദി നെറ്റ്. ജോർദാൻ്റെ ഗോൾ കീപ്പറിന് ഒരിക്കലും സ്കോർ ചെയ്യാൻ പറ്റാത്തൊരു സേവ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സൈഡിലേക്കാണ് ഗോൾ അടിച്ചത്. നല്ല ഗോളായിരുന്നു. ആ ഗോള് കഴിഞ്ഞു 9:30 10:00 ഒക്കെ ആയപ്പോഴത്തേക്കും ഹാഫ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ജോർദാൻ്റെ കയ്യിൽ ബോൾ കിട്ടി. ജോർദാൻ കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ട് ജോർദാൻ അപ്പം തന്നെ ഒരു ഗോൾ അടിച്ച് നമ്മുടെ ഓസ്ട്രിയൻ്റെ ഗോൾ കീപ്പറിനെ കളിപ്പിച്ചുകൊണ്ട് സൈഡിൽ കൂടെ ഒറ്റ ഗോൾ അടിച്ചു. അതോടെ ജോർദാൻ 1 ഓസ്ട്രിയ 1 എന്ന് പറയുന്ന ഇതിൽ 1-1 എന്ന് പറയുന്ന സ്കോർ ലൈനിൽ മാച്ച് തീർന്നു. ഇന്നലെ മാച്ച് തീർന്നില്ല. മാച്ചിൻ്റെ ഹാഫ് ടൈം 10:30 AM ആയപ്പോഴത്തേക്കും മാച്ചിന് ഹാഫ് ടൈം ആയി. അപ്പോഴത്തേക്കും ജോർദാൻ 1 ഓസ്ട്രിയ 1. പിന്നെ രണ്ടാമത്തെ പകുതി തുടങ്ങിയിട്ട് ഒരു 11:30 ഒക്കെ ആയപ്പോഴത്തേക്കും 11:30 11 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും 11 AM ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും മാച്ച് നമ്പർ 20 ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും ഓസ്ട്രിയ ഒരു ഗോൾ അടിച്ചു. അത് ഓൾഡസ്റ്റ് പ്ലെയറാണ്. ലാറ്റ്കാവോനോവിച്ച് എന്തോ പറഞ്ഞുകൊണ്ടാണ്, അങ്ങനെ കണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ഓൾഡസ്റ്റ് പ്ലെയർ ഫോർ ഓസ്ട്രിയ പ്ലേയിങ് ഇൻ ഫിഫ വേൾഡ് കപ്പാണ്. അയാൾ നല്ല യൂറോയിലൊക്കെ അയാൾ ഗോൾ അടിച്ചിട്ടില്ല. യൂറോ 2024 ഗോൾ അടിച്ചിട്ടില്ല അയാൾ. അപ്പോൾ അയാളൊരു തിക്കും തിരക്കും ഉണ്ടാക്കിയ ജോർദാനിയൻ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു തിക്കും തിരക്കൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഗോൾ അടിച്ചു. പക്ഷേ ഗോള് വാർച്ചക്കിന് പോയി. വാർച്ചക്കിന് നോക്കിയപ്പോഴത്തേക്കും പറയണത് അയാളുടെ മേറ്റ് എന്ന് വെച്ചാൽ അയാളുടെ ടീംമേറ്റിൻ്റെ കൈ തട്ടിക്കൊണ്ടാണ് അത് ഗോള് പോയത്. അത് കാരണം പിന്നെ അത് നിഷേധിക്കും. ഗോള് അൺവാലിഡ് ആക്കി കളഞ്ഞു. അപ്പോൾ വീണ്ടും 1-1 തന്നെയാണ്. പിന്നെ അടുത്ത നിമിഷം തന്നെ അയാൾ തിക്കും തിരക്കും ഒരു ബോക്സിൽ നേരെ തന്നെ കൺസിസ്റ്റൻ്റ് അറ്റാക്കിങ് ആയിരുന്നു. ഓസ്ട്രിയ ഫുള്ള് അറ്റാക്കായിരുന്നു ജോർദാൻ്റെ ഇതിൽ. ജോർദാൻ്റെ ബോൾ പോലും കിട്ടുന്നുണ്ടായില്ല സെക്കൻഡ് ഹാഫിൽ. ജോർദാൻ മറ്റൊരു അറ്റാക്കോട് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അറ്റാക്ക് ചെയ്ത് ഏകദേശം ഒരു 11 o'clock 11:15 ഒക്കെ ആയപ്പോഴത്തേക്കും മാച്ച് തീരാനായി 10 minutes ബാക്കിയുള്ളൂ. അപ്പോഴത്തേക്കുമാണ് ഇദ്ദേഹം തന്നെ കോർണർ എടുത്തിട്ട് ജോർദാൻ്റെ
പ്ലെയറിൻ്റെ ഈ സൈഡിൽ ടച്ച് ആയിക്കൊണ്ട് ഗോളിൻ്റെ ഉള്ളിലേക്ക് പോയി ഓൺ ഗോളിൽ ജോർദാൻ ജോർദാൻ 1 ഓസ്ട്രിയ 2 എന്ന് പറയുന്ന സ്കോർ ലൈനിലേക്ക് എത്തി. പിന്നെ 90 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഓസ്ട്രിയൻ പ്ലെയർ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് അവസാന നിമിഷം ആയപ്പോഴത്തേക്കും ഫൗൾ ചെയ്യപ്പെട്ടു. ഓസ്ട്രിയൻ പ്ലെയർ ജോർദാനും ബോക്സിൻ്റെ ഉള്ളിൽ ഓസ്ട്രിയക്ക് പെനാൽറ്റി കിട്ടി. അർണാട്ടോവിച്ച് എന്ന് പറയുന്ന അയാൾ തന്നെ പെനാൽറ്റി കിക്ക് എടുത്ത് ഞാൻ ഏത് സ്ഥലത്തേക്കാണ് വിചാരിച്ചത് അയാൾ ആ സൈഡിലേക്ക് തന്നെ അടിച്ച്. പക്ഷേ ഗോൾ കീപ്പർ ഡൈവ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് ആയത് കാരണം 3-1 എന്ന സ്കോർ ലൈനിലേക്ക് പെനാൽറ്റി ലാസ്റ്റ് 90th മിനിറ്റിൽ പെനാൽറ്റി സ്കോർ ചെയ്തുകൊണ്ട് ഓസ്ട്രിയ 3-1 ജോർദാൻ എന്ന് പറയുന്ന സ്കോർ ലൈനിൽ 3-1 ലീഡിങ്ങിൽ നിന്ന് 90+6 മിനിറ്റ്സ് ആഡഡ് ടൈം കൊടുത്തു ഓസ്ട്രിയക്ക്. എന്നിട്ട് ഓസ്ട്രിയ 3-1 മാച്ച് ജയിച്ചു. നല്ലൊരു മാച്ചായിരുന്നു, എക്സൈറ്റിംഗ് മാച്ചായിരുന്നു. അപ്പോൾ ആ മാച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഷെഡ്യൂൾ കഴിഞ്ഞു ഫിഫ വേൾഡ് കപ്പിൻ്റെ. ഇന്നത്തെ അല്ല, ഇന്നലത്തെ. ഇനി അടുത്തത് പോർച്ചുഗൽ വേഴ്സസ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്ന ടീമുകൾ തമ്മിലായിരുന്നു കളി. ആ കളി രാത്രി 10:30 കളി. പറയാം. ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഓഫ് കോങ്കോ വേഴ്സസ് പോർച്ചുഗൽ മാച്ച് തുടങ്ങിയത് 10:30 PM ഓഫ് 17th June 2026 ആയിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 6th വേൾഡ് കപ്പ് അപ്പിയറൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6th വേൾഡ് കപ്പ് കൺസിസ്റ്റൻ്റ് ആയിട്ട് 6th വേൾഡ് കപ്പ് അപ്പിയറൻസ് നടത്തുന്ന സെക്കൻഡ് പ്ലെയറായി മാറി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ മാച്ചിൽ ഗോൾ സ്കോർ ചെയ്തായിരുന്നെങ്കിൽ ഫസ്റ്റ് മാൻ to score six World Cup goals in consistent 6 editions of the FIFA World Cup ആയി മാറിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പക്ഷെ പറ്റിയില്ല. മാച്ച് തുടങ്ങി, മാച്ചിൽ നാഷണൽ ആന്തം കഴിഞ്ഞു. ആൾക്കാർ ഡിയാഗോ ജോട്ട എന്ന് പറയുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു, ഫുട്ബോളറായിരുന്നു. കഴിഞ്ഞ ജൂലൈ 1 കാർ ആക്സിഡൻറ്റിൽ മരിച്ചു പോയതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ടാണ് അവസാനം നാഷണൽ ആന്തം നടത്തി മാച്ച് തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഡിയാഗോ ജോട്ടയുടെ പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു മാച്ച് കാണാൻ വേണ്ടിയിട്ട്. നല്ല മാച്ചായിരുന്നു. മാച്ച് കണ്ടു. നല്ല മാച്ചായിരുന്നു. പിന്നെ പോർച്ചുഗലായിരുന്നു ആദ്യത്തെ ഹാഫിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പോർച്ചുഗലിൻ്റെ 10th മിനിറ്റിന് ബ്രൂണോ ഫെർണാണ്ടസ് ഇട്ട് കൊടുത്ത ഒരു ബോള് ജാവോ നവസ് 21 year old third youngest goal scorer after Cristiano Ronaldo and the other guy in the FIFA World Cup for the Portugal ആയി മാറി ജാവോ നവസ്. എൻ്റെ പ്രായമുള്ളൂ, ഏതോ October ജനിച്ചത് 2004. അപ്പോൾ 21 years ആണ് ആൾക്ക് ഏജ്. ആളപ്പോൾ ഗോൾ സ്കോർ ചെയ്ത് ഹെഡറിലൂടെ ഗോൾ സ്കോർ ചെയ്ത് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അസിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പോർച്ചുഗൽ 1-0 ലീഡിങ്. പെപ്പെ ഒക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കളി. അപ്പോൾ നല്ലൊരു കളിയായിരുന്നു മാച്ച്. അപ്പോൾ 10 minutes ഒക്കെ ആയപ്പോഴത്തേക്കും പോർച്ചുഗൽ 1-0 ലീഡ് ചെയ്ത്. പിന്നെ പോർച്ചുഗൽ ഒരു ടൈപ്പ് കളിക്കുന്നുണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നില്ല പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിൽ ഒരു ടൈപ്പ് ഈഗോ പിടിച്ച പോലെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ മാച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ സ്ട്രൈക്കറായിട്ട് തന്നെ നിൽക്കും, ബാക്കിൽ വന്ന് ടീമിനെ സപ്പോർട്ട് ചെയ്യാതെ. പക്ഷെ ബാക്കിയുള്ളവർക്ക് അതൊരു ഫ്രസ്ട്രേഷനായി മാറിയിട്ട്, എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്നത് പോർച്ചുഗലിൻ്റെ ഒരു ലെജൻഡാണ്. അതിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാനിത് ജേഴ്സി ഇട്ടിരുന്നത്. യൂറോ 2024 പോർച്ചുഗൽ കളിച്ചപ്പിലെ ജേഴ്സിയാണ് ഞാൻ അപ്പോൾ വാങ്ങിച്ചതാണ് ഈ സംഭവം. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് റൊണാൾഡോനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാനിത് ഇട്ടത്. പക്ഷെ റൊണാൾഡോ നല്ല രീതിയിൽ ഇതിൽ കളിച്ചില്ല, ഒരു പാഷനില്ലാതെ കളിച്ചത്. ഹാഫ് ടൈമൊക്കെ ആയി. വെരി പൂർ പെർഫോമൻസ് ബൈ ദി ക്രിസ്ത്യാനോ റൊണാൾഡോ. ദെയർഫോർ ദേ വർ ലാക്കിംഗ് ദി ഇൻറ്റൻറ്റ് ടു സ്കോർ ദി ഗോൾസ്. അപ്പോൾ അവസാന നിമിഷമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു പണി കിട്ടി. ഹാഫ് ടൈമിൽ തന്നെ കോങ്കോ ഒരു ഗോൾ അടിച്ചതിന് ശേഷം അതൊരു ഹെഡറായിരുന്നു. ഇതുപോലെ തന്നെ എങ്ങനെയാണോ ജാവോ നവസ് അടിച്ചത് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ കോങ്കോ ഗോൾ അടിച്ചതോടെ മാച്ച് 1-1 സമനിലയിലേക്ക് എത്തി. അതൊരു 45 minutes എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11:30 PM ഓഫ് 17th June 2026 ഒക്കെ ആയപ്പോഴത്തേക്കും 1-1 ഡ്രോയിലേക്ക് മാറി. ഹാഫ് ടൈം പോയിട്ട് 11:35 AM ഒക്കെ ആയപ്പോഴത്തേക്കും ഹാഫ് ടൈം കഴിഞ്ഞ് പോർച്ചുഗൽ തിരിച്ചെത്തി.
മാച്ച് റീസ്റ്റാർട്ട് ചെയ്തു. ലാക്ക് ഓഫ് ഇൻറ്റൻ്റ് ആയിരുന്നു പോർച്ചുഗലിൻ്റെ കയ്യിൽ നിന്ന്. മാച്ച് ലാസ്റ്റ് വരെ ക്രിസ്ത്യാനോ റൊണാൾഡോനെ അവിടെ തന്നെ നിർത്തി. പോർച്ചുഗലിൻ്റെ കോച്ചിന് അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിപ്പിക്കാതിരിക്കാനും പറ്റൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് എ ലെജൻഡ് ഓഫ് ദി ഗെയിം ഫോർ പോർച്ചുഗൽ. ആഫ്റ്റർ പോർച്ചുഗൽ ബിഫോർ പോർച്ചുഗൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. റൊണാൾഡോയ്ക്ക് മുമ്പ്, റൊണാൾഡോയ്ക്ക് ശേഷം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോ വന്നതിന് ശേഷമാണ് 6 കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങിയത് പോർച്ചുഗൽ. അതിനു മുമ്പ് 1960s ഏതോ ഒരു എഡിഷനിൽ മാത്രമാണ് പോർച്ചുഗൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാച്ച് നല്ല രീതിയിൽ നടന്നു. കോങ്കോ നല്ല അടിപൊളി ഡിഫെൻഡിങ് ചെയ്തു. ലാക്ക് ഓഫ് ഇന്ത്യൻ ഷോൺ ബൈ ദി പോർച്ചുഗൽ national football team, and they were not trying to score the goals because Congo was defending at its best like the കേപ്പ് വെർഡെ ടീം എങ്ങനെയാണോ കളിച്ചത് അതേ രീതിയിലാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ആഫ്രിക്കൻ ടീമായിട്ടുള്ള ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്ന ടീം അടിപൊളിയായിട്ട് കളിച്ചു. അവസാന നിമിഷം വരെ ട്രൈ ചെയ്തു. ലാസ്റ്റ് ബ്രൂണോ ഫെർണാണ്ടസ് തന്നെ ഗോൾ അടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ജാവനോസിനൊക്കെ ദേഷ്യം വന്നിട്ട് വയ്യായിരുന്നു, ബോളൊക്കെ എടുത്തിട്ട് എറിയുമായിരുന്നു. ഒരു ടൈപ്പ് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. പിന്നെ ഈഗോയിസ്റ്റിക് behavior or character of the Cristiano Ronaldo has led the Portugal team to not score the goals in the few minutes of the game. എന്നിട്ട് അവസാനം 1-1 എന്ന് പറയുന്ന ഡ്രോയിൽ നിരാശപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗൽ 1-1 എന്നുള്ള ഡ്രോയിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആയിട്ട് മാച്ച് നമ്പർ 21 ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026 അവസാനിച്ചു. ഇന്നലെ രാത്രി 12:30 ആയപ്പോഴത്തേക്കാണ് അവസാനിച്ചത് മാച്ച്. നല്ലൊരു മാച്ചായിരുന്നു. എന്തായാലും സപ്പോർട്ട് ചെയ്തു. ഭാഗ്യത്തിന് തോറ്റില്ല പോർച്ചുഗൽ. അപ്പം അത്ര പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നീട് മാച്ച് നമ്പർ 22 ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026 നടന്നു. അപ്പോൾ അത് ബിറ്റ്വീൻ ക്രൊയേഷ്യ ആൻഡ് ഇംഗ്ലണ്ട്. 2018 ഫിഫ വേൾഡ് കപ്പ് വെൻ ഐ വാസ് 13 years old and I was studying in class 8 standard at Hubli. I saw this match when Luka Modric is regarded as one of the best players of Croatian national football team, and he is regarded as one of the most top 50 players of the world football after Cristiano Ronaldo and Lionel Messi. അപ്പോൾ ആളുടെ മാച്ച് തുടങ്ങി. ഇംഗ്ലണ്ട് വേഴ്സസ് ക്രൊയേഷ്യ 1:30 AM ആയപ്പോഴാണ് തുടങ്ങിയത്. അത് 22nd മാച്ച് ഓഫ് ദി ഫിഫ വേൾഡ് കപ്പ് 2026 ആയിരുന്നു അത് ആ മാച്ച്. അപ്പോൾ മാച്ച് തുടങ്ങിയതിന് ശേഷം അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിവെഞ്ച് എടുക്കാനുള്ളൊരു ഒരു 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 സിറ്റുവേഷൻ ആയിരുന്നു ഇംഗ്ലണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൊയേഷ്യ 2-1 ആഫ്റ്റർ എക്സ്ട്രാ ടൈമാണ് ഫിഫ വേൾഡ് കപ്പ് 2018 ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ക്രൊയേഷ്യ 2-1 ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. അപ്പോൾ അതിൽ കീറിയൻ ട്രിപ്പിയർ എന്ന് പറയുന്ന ആള് ഓൾഡസ്റ്റ് പ്ലെയർ ആയിരുന്നു അന്നത്തെ ഫിഫ വേൾഡ് കപ്പിൽ കളിച്ച ഇംഗ്ലണ്ടിലെ ഓൾഡസ്റ്റ് പ്ലെയർ. അദ്ദേഹം ഗോൾ അടിച്ചു. ഇംഗ്ലണ്ട് 1-0 ലീഡിലെത്തി. പിന്നെ ലൂക്ക മോഡ്രിച്ചും മാരിയോ മാൻസുക്കിച്ചും എന്ന് പറയുന്ന 2 പേരാണ് ഗോൾ അടിച്ചത്. എന്നിട്ട് ക്രൊയേഷ്യ 2-1 അതിൽ ജയിക്കുകയാണ് ചെയ്തത്. ആൻഡ് ദിസ് വാസ് ദി പർട്ടിക്കുലർ സിറ്റുവേഷൻ ആൻഡ് ദി സ്പെഷ്യൽ ഒക്കേഷൻ ഫോർ ഗെറ്റിംഗ് ദി റിവെഞ്ച് ഓഫ് ഇംഗ്ലണ്ട് നാഷണൽ ഫുട്ബോൾ ടീം ഓൺ ക്രൊയേഷ്യൻ നാഷണൽ ഫുട്ബോൾ ടീം അറ്റ് ദി വേൾഡ് സ്റ്റേജ് അഗൈൻ. അപ്പോൾ മാച്ച് തുടങ്ങി. മാച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. മാച്ച് നല്ല ഹൈ സ്കോറിങ് മാച്ചായിരുന്നു. അപ്പോൾ ആദ്യത്തെ നിമിഷം തന്നെ ഇംഗ്ലണ്ട് ഇനി ഒരു 10 minutes ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഗോള്, ഒരു പെനാൾട്ടി കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബോൾ വിളിക്കപ്പെട്ടു ക്രൊയേഷ്യൻ പ്ലെയറിൻ്റെ എതിരെ. അത് ഇംഗ്ലണ്ടിൻ്റെ ക്രൊയേഷ്യൻ ബോക്സിൻ്റെ ഉള്ളിൽ ക്രൊയേഷ്യൻ ഹാൻഡ് ബോൾ വിളിക്കപ്പെട്ടു. എന്നിട്ട് ഇംഗ്ലണ്ടിന് പെനാൾട്ടി കിട്ടി. പെനാൾട്ടി എടുക്കാൻ വേണ്ടി വന്നത് one of the most lethal striker of the 21st century known as ഹാരിക്കെയിൻ ആണ് എടുക്കാൻ വേണ്ടി വന്ന് ആദ്യത്തെ പെനാൾട്ടി എടുത്തു. പക്ഷേ ലിവാക്കോവിച്ച് എന്ന് പറയുന്ന ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ അത് സേവ് ചെയ്യപ്പെട്ടു. പക്ഷേ ആ സേവ് ചെയ്തത് ഇപ്പോൾ കീപ്പർ ഹാരിക്കെയിൻ അടിക്കുന്നതിന് മുമ്പ് ലൈനിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടാണ് സേവ് ചെയ്തത്. അത് കാരണം പെനാൾട്ടി റീടേക്ക് ചെയ്യേണ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കവളിപ്പിച്ചുകൊണ്ട് ഹാരിക്കെയിൻ അത് പെനാൾട്ടി സ്കോർ ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്കോർ ചെയ്ത് ഞാൻ വിചാരിച്ച സ്ഥലത്തേക്ക് തന്നെ സ്കോർ ചെയ്തത്. എന്താ അറിയില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ആ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ 1-0 ഇംഗ്ലണ്ട് ലീഡ് എടുത്തു. ഒരു 20 minutes ഒക്കെ ആയപ്പോഴത്തേക്കും ക്രൊയേഷ്യ കൺസിസ്റ്റൻ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്തു ഇംഗ്ലണ്ടിനെതിരെ. അപ്പോൾ ഒരു
2 AM ഒക്കെ ആയിരുന്നു. അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ ഡയറി എഴുതുമായിരുന്നു. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അറ്റാക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഇംഗ്ലണ്ട് പിഴച്ചു പോയി. അപ്പോൾ തന്നെ ക്രൊയേഷ്യ ഒരു ലോങ് റേഞ്ചർ അടിച്ചു. നല്ല ഈ ക്രൊയേഷ്യ വേൾഡ് കപ്പിൽ ഗോൾ അടിക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി വേൾഡ് ക്ലാസ് ഗോളുകളൊക്കെയാണ് ക്രൊയേഷ്യൻ നാഷണൽ ഫുട്ബോൾ ടീം എപ്പോഴും അടിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അടിച്ചു, നല്ല അടിയായിരുന്നു. അപ്പോൾ 1-1 ആയി. ഗോള് 1-1 മാറി. പിന്നീട് ഇംഗ്ലണ്ട് വീണ്ടും അറ്റാക്ക് ചെയ്തു. ഇംഗ്ലണ്ടിന് ഒരു കോർണർ കിട്ടി. ഡെക്ലാൻ റൈസ് എന്ന് പറയുന്നത് മലയാളം കമൻട്രി ഷെഡ്യൂൾ മലയാളം കമൻട്രിയിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. സി കേരള ചാനലിലൂടെ ആര്യങ്കാവ് TV-യിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മാച്ചിൽ ഒരു 30 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു കോർണർ കിട്ടി. ഡെക്ലാൻ റൈസാണ്, ഇംഗ്ലണ്ട് പ്ലെയർ ഡെക്ലാൻ റൈസാണ് കോർണർ എടുത്തതോടെ ഹാരി കെയ്ൻ ഗോൾ സ്കോർ ചെയ്തു. അപ്പോൾ ഇംഗ്ലണ്ട് 2 ക്രൊയേഷ്യ 1. അത് കഴിഞ്ഞിട്ട് ഒരു 45 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ക്രൊയേഷ്യൻ ടീം വീണ്ടും അറ്റാക്ക് ചെയ്ത് തുടങ്ങി. നല്ല ഹൈ സ്കോറിങ് ഗെയിമായിരുന്നു. അപ്പോൾ ക്രൊയേഷ്യൻ ടീം വീണ്ടും അറ്റാക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും അവിടുത്തെ വൺ ഓഫ് ദി മെയിൻ സ്ട്രൈക്കറാണ് മറ്റേ പാസാലിച്ചൊന്നും ഇപ്രാവശ്യം കളിക്കാനില്ല. മറ്റേ ഇവനെ അവൻ്റെ പേരെന്തായിരുന്നു, ഇവാൻ പെരിസിച്ച് എന്ന് പറയുന്ന വൺ ഓഫ് ദി ഓൾഡസ്റ്റ് പ്ലെയർ പ്ലേയിങ് ഇൻ ദിസ് കറണ്ട് സ്ക്വാഡ് ഓഫ് ക്രൊയേഷ്യൻ നാഷണൽ ഫുട്ബോൾ ടീം ഇൻ ദി ഫിഫ വേൾഡ് കപ്പാണ്. അദ്ദേഹം 2018 മാരിയോ മാൻസുക്കിച്ച് എന്ന് പറയുന്ന സ്ട്രൈക്കറിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കളിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇട്ടുകൊടുത്ത ബോള് ഹെഡ് ചെയ്ത് ബാക്കിലേക്ക് ഇട്ടുകൊടുത്തു. സൈഡിൽ ഒരാൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ സ്പേസ് ഉണ്ടായിരുന്നു. അയാൾ നല്ല വേൾഡ് ക്ലാസ് ഗോൾ അടിച്ചു. അതോടെ 2-2 ഡ്രോയിൽ ക്രൊയേഷ്യ 2 ഇംഗ്ലണ്ട് 2 എന്ന് പറയുന്ന സ്കോർ ലൈനിലാണ് ഫസ്റ്റ് ഹാഫ് തീർന്നത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി തരബിര എന്ന് പറഞ്ഞ് അടിയായിരുന്നു നമ്മുടെ ഇംഗ്ലണ്ട് നാഷണൽ ഫുട്ബോൾ ടീം. ഇംഗ്ലണ്ട് കൺസിസ്റ്റൻ്റായിട്ട് അറ്റാക്ക് ചെയ്തു, കൺസിസ്റ്റൻ്റായിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം 60-70 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഹാരി കെയ്നെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് ജൂഡ് ബെല്ലിംഗാം എന്ന് പറയുന്ന വൺ ഓഫ് ദി യങ്ങസ്റ്റ് പ്ലെയർ ആൻഡ് ദി ഫ്യൂച്ചറിസ്റ്റിക് പ്രോസ്പെക്ട്സ് ഓഫ് ഇംഗ്ലണ്ട് നാഷണൽ ഫുട്ബോൾ ടീം ഇറങ്ങി. അയാൾ വന്ന ഉടനെ തന്നെ നല്ല റണ്ണായിരുന്നു, കൗണ്ടർ അറ്റാക്കായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ വക. ആ ഇംഗ്ലണ്ടിൻ്റെ കൗണ്ടർ അറ്റാക്കിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് റഹീം സ്റ്റെർലിംഗ് അല്ല ഡെക്ലാൻ റൈസ് കൊടുത്തൊരു പാസിൽ ഓടിച്ചെന്നിട്ട് ഒറ്റ കിക്ക് ഇപ്പോൾ റൈറ്റ് പോസ്റ്റിൻ്റെ ഏറ്റവും എഡ്ജിൽ ചെന്നിട്ട് നേരെ അടിച്ചു. അപ്പോൾ ജൂഡ് ബെല്ലിംഗാം ഗോൾ അടിച്ചു. ഹി ഈസ് റിഗാർഡ് ആസ് ദി പ്രിൻസ് ഓഫ് ഇംഗ്ലണ്ട് നാഷണൽ ഫുട്ബോൾ ടീം ആൻഡ് ദി ഫ്യൂച്ചർ പ്രോസ്പെക്ട് ഓഫ് ദി ടീം. അപ്പോൾ ആ മാച്ചിൽ 3-2 ഇംഗ്ലണ്ട് ലീഡ് എടുത്തു. പിന്നെ ലാസ്റ്റ് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും വേറൊരു സ്ട്രൈക്കറിനെ പിൻവലിച്ചുകൊണ്ട് മാർക്കസ് റാഷ്ഫോർഡ്, ദി ഫോർമർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയർ ആൻഡ് ദി കറണ്ട് ബാർസലോണ പ്ലെയർ ഹു ഈസ് ഓൾസോ നോൺ ആസ് ദി വൺ ഓഫ് ദി ലീത്തൽ സ്ട്രൈക്കേഴ്സ് ഓഫ് ഇംഗ്ലണ്ട് നാഷണൽ ഫുട്ബോൾ ടീം നോൺ ആസ് മാർക്കസ് റാഷ്ഫോർഡ് ഇറങ്ങി സബ് ഡൗൺ ആയി. വന്ന ഉടനെ തന്നെ അയാളുടെ കയ്യിലേക്ക് ഗോൾ ചെയ്തിട്ട് അയാൾ 1 ടച്ചിലൂടെ ഗോൾ സ്കോർ ചെയ്ത്. എന്നിട്ട് 4-2 ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ആയിട്ട് ലീഡിങ്ങിന് പോയി. ഒരു 3:30 AM ഒക്കെ ആയപ്പോഴത്തേക്കും 18th June 2026 3:30 AM ഒക്കെ ആയപ്പോഴത്തേക്കും മാച്ച് കംപ്ലീറ്റ് ആയി. നല്ലൊരു എക്സൈറ്റിംഗ് മാച്ചായിരുന്നു. 4-2 ഇംഗ്ലണ്ട് ജയിച്ചു. എന്നിട്ട് പിന്നീട് നടന്ന കളികളൊന്നും എനിക്ക് ഉറങ്ങാൻ വേണ്ടി പോയി ഞാൻ. 3:30 AM ഒക്കെ ആയപ്പോഴത്തേക്കും 18th June 2026 3:30 AM ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങാൻ വേണ്ടി പോയി. ഇപ്പോൾ 1 വീക്ക് ഒക്കെ കഴിഞ്ഞു ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ ഫസ്റ്റ് മാച്ച് ഡേ 1 തീരാറായി. പിന്നെ നടന്ന കളി എന്ന് പറയുന്നത് ഗാന പനാമ എന്ന് പറയുന്ന കളിയാണ്. പിന്നെ നടന്നതെന്ന് പറയുന്നത് കൊളംബിയ ഉസ്ബെക്കിസ്ഥാൻ കളിയാണ്. അപ്പോൾ ഗാന പനാമ കളിയുടെ ഉള്ളിൽ നടന്നത് ഞാൻ പറയാം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യയുടെ മാച്ചിന് ശേഷം ഞാൻ 3:30 AM ഒക്കെ ആയപ്പോഴത്തേക്ക് ഉറങ്ങാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്ക് ഒരു സമയം 3:45 AM ആയി. ഞാൻ കിടന്ന് ഉറങ്ങി. ഇന്നലെ ഉച്ചയ്ക്ക് 1 PM ഒക്കെ ആയപ്പോഴത്തേക്കും എണീറ്റത്. 18th June 2026 1 PM ഒക്കെ ആയപ്പോഴും എണീറ്റത്. അപ്പോഴത്തേക്കും റിസൾട്ട് എടുത്ത് നോക്കിയത് ലാസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് ഓഫ് മാച്ച് ഡേ 1 ഇന്നത്തോടെ തീർന്നു. ഇന്ന് വൈകുന്നേരം മുതൽ ഇന്ന് 9:30 മുതൽ മാച്ച് ഡേ 2 തുടങ്ങുവാണ്. അത് വീണ്ടും ഗ്രൂപ്പ് എന്ന് തുടങ്ങും.
ഈ മെക്സിക്കോയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലാണ് ഇന്നത്തെ കളി എന്ന് തോന്നുന്നത്. അപ്പോൾ ആ കളി കാണണം. 9:30 PM ഇന്ന്. അപ്പോൾ ഇത് ഗാന പനാമ എന്ന് പറയുന്ന കളിയിൽ ഗാന 1-0 പനാമയുടെ എതിരെ ജയിച്ചു എന്നാണ് കേട്ടത്. മാച്ച് നമ്പർ 23 ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് മാച്ച് നമ്പർ 24 ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026 ഉള്ളിൽ ഉസ്ബെക്കിസ്ഥാൻ ഫസ്റ്റ് എവർ ഏഷ്യൻ ടീമിൽ നിന്ന് ആദ്യമായിട്ടാണ് ഉസ്ബെക്കിസ്ഥാൻ ഫിഫ വേൾഡ് കപ്പിൽ കളിക്കുന്നത്. 48 ടീംസ് ഉള്ള ഫിഫ വേൾഡ് കപ്പാണ് ഇപ്രാവശ്യത്തെ. അപ്പോൾ ആ മാച്ചിൽ ഉസ്ബെക്കിസ്ഥാനെ 3-1 കൊളംബിയ തോൽപ്പിച്ച് അതോടെ 24 മാച്ചസിൻ്റെ മാച്ച് ഡേ 1 എന്ന് പറയുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 മാച്ച് ഡേ 1 ഓഫ് ഫിഫ വേൾഡ് കപ്പ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 48 ടീംസ് ഇൻ ദിസ് എഡിഷൻ ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026 കഴിഞ്ഞു. മാച്ച് ഡേ 1 കഴിഞ്ഞു. അതോടെ ഇനിയിപ്പോൾ മാച്ച് ഡേ 2 തുടങ്ങാൻ വേണ്ടി പോകുന്നു രാത്രി മുതൽ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 18 ജൂൺ 2026 16:25 PM എന്ന് വെച്ച് കഴിഞ്ഞാൽ 4:25 PM ആയി സമയം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നലത്തെ കളികളെ കുറിച്ചിട്ട്. ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, അത് കാരണമാണ് ഇന്ന് എടുത്തത്. 18 ജൂൺ 2026 16:26 PM എന്ന് വെച്ച് കഴിഞ്ഞാൽ 4:30 PM ആകാറായി. അപ്പോൾ അത്രേ ഉള്ളൂ. ശരി, ബൈ. സീ യു ലേറ്റർ.